വെൽക്കം ടു ഫുഡ് ടാഗ്. ചായ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? എന്നാൽ നല്ലൊരു ചായ കിട്ടണമെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആ കടുപ്പം, മധുരം എല്ലാം കൂടെ ചേർന്നിട്ടാണ് നല്ലൊരു ചായ ഉണ്ടാവണേ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കാറുള്ള രീതിക്കാണ് ചായ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കുക്കിങ്ങിൽ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പഠിക്കണത് ചായ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. 2 ഗ്ലാസ് ചായയുടെ അളവാണ് ഞാൻ ചെയ്ത് കാണിക്കണത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് 2 വലിയ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരം ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കണ സമയത്ത് 2 സ്പൂൺ നല്ലോണം ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ ഞങ്ങൾക്ക് നല്ല കടുപ്പം വേണം കേട്ടോ. തിളച്ച വെള്ളത്തിൽ ചായപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം ഒരു 7-8 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളയ്ക്കാനായിട്ട് വെക്കും. ഇപ്പോൾ റീസെൻ്റായിട്ട് അറിയാൻ കഴിഞ്ഞത് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞ് എടുക്കണമെന്നാണ് പറയണത്. പക്ഷേ നമുക്ക് ഈ ഒരു രീതിക്കുള്ള ചായയാണ് ഇവിടെ ഇഷ്ടം. ഇനി അരിച്ചൊഴിക്കാനായിട്ട് ഒരു മഗ്ഗ് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഞാൻ സ്റ്റീലിൻ്റെ അരിപ്പയാണ് എപ്പോഴും ഉപയോഗിക്കാറ്. നമ്മൾ ചൂടോടെ ഒഴിക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. അതിന് ശേഷം ഈ അരിപ്പയിലൂടെ പെട്ടെന്ന് വേണം കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ ചായ നന്നായിട്ട് ആറിപ്പോവും. ഇവിടെ ഞങ്ങൾക്ക് 2 പേർക്ക് നല്ല ചൂടുള്ള ചായയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വേറൊരു സ്റ്റൗവിൽ പാല് നന്നായിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇതിലേക്ക് പകർന്നൊഴിക്കുകയാണ്. അതിനുശേഷം 2 ആറ്റേ ആറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ചായ റെഡിയായി. ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ് ചായയ്ക്ക് 1 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് പാല്, ഇതാണ് കണക്ക് കേട്ടോ. ഇങ്ങനെ ചായ ഉണ്ടാക്കി കുടിച്ചാലാണ് കുടിച്ച പോലെ ഞങ്ങൾക്ക് തോന്നാറ്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്